അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് മലപ്പുറം പൂക്കോട്ടൂരിനടുത്ത് അരിമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് മിനി ഊട്ടി എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. നിറയെ കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. വീട്ടുകാരും കൂട്ടി രാവിലെ ഒരു 11 മണിക്ക് നമ്മൾ ഷൊർണൂരിൽ നിന്ന് അങ്ങോട്ട് യാത്ര തുടങ്ങി. പോകുമ്പോൾ നമ്മൾ പ്ലാമന്തോൾ വഴി അങ്ങനെ കൊളത്തൂർ ചെന്ന് റൈറ്റ് നമ്മുടെ MES കോളേജിൻ്റെ അതിനൊക്കെ പോയി നേരെ പോയ ഭയങ്കര വിശപ്പ്. ആദ്യം ഹോട്ടലിൽ കയറി ഞങ്ങളൊക്കെ നാടൻ ഭക്ഷണവും കുട്ടികളൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ചു. പക്ഷേ നാടൻ ഭക്ഷണത്തിനൊരു പ്രത്യേക രുചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മീൻ വാങ്ങി. എൻ്റെ അമ്മോ, ആ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3/4 കിലോ വെയിറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 750 രൂപയ്ക്ക് മീൻ ഫ്രൈ ഒറ്റ മീൻ വാങ്ങി. ഞങ്ങളതൊക്കെ ഒന്ന് എല്ലാവരും കൂടി ഒക്കെ ശരിയാക്കി എടുത്ത് അതിനെ ലാസ്റ്റ് ചറുപിറാന്നാക്കി കളഞ്ഞു. അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അവിടുന്ന് നേരെ മിനി ഊട്ടി ലൊക്കേഷൻ. ഇപ്പോൾ തൊട്ടടുത്ത് ഞങ്ങൾ മലപ്പുറം പൂക്കോട്ടൂർ അരിമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അവിടുന്ന് പിന്നെ കുറച്ച് സ്ഥലം പിന്നൊക്കെ കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയായിരുന്നു. അപ്പോൾ ആദ്യം ഭക്ഷണമൊക്കെ ഒന്ന് കഴിഞ്ഞ് അപ്പോഴേക്ക് ഏകദേശം 2 മണിയൊക്കെ ആയി, 1:30-2 മണിയൊക്കെ ആയി. അപ്പോൾ ഏകദേശം ഈ സ്ഥലത്ത് നമ്മൾ എത്താൻ പിന്നെ 15-20 മിനിറ്റേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ഈ പറഞ്ഞ സ്ഥലത്ത് എത്തി. മിനി ഊട്ടി എന്നൊക്കെ അതിനൊരു പേര് ഇട്ടെങ്കിലും ഊട്ടി എങ്ങനെയെന്ന് ഇപ്പോൾ അറിയില്ല. പക്ഷേ ഒരുപാട് ഒരു വ്യൂ പോയിൻ്റ് നമ്മൾ നെല്ലിയമ്പതിയിലൊക്കെ പോകുന്ന പോലെ ഒരു മലമുകളിൽ പോയപ്പോഴാണ് അവിടെ കുട്ടികളുടെ പാർക്ക്, പിന്നെ നമുക്ക് നടക്കാനുള്ളതും അതുപോലെ പല കാര്യങ്ങൾ, മുകളിൽ കൂടെ പോകുന്ന റോപ്പ് അങ്ങനെയുള്ളതൊക്കെ കണ്ട് എന്തായാലും കുട്ടികൾക്ക് വലിയ സന്തോഷം. നല്ലൊരു ക്ലൈമറ്റാണ്. പിന്നെ കുട്ടികൾക്ക് ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള ചില കളി സാധനങ്ങളും അവർക്ക് എൻജോയ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ കയറുമ്പോൾ എൻട്രൻസ് ഫീസായിട്ട് 20 രൂപ വാങ്ങും. 20 രൂപ വാങ്ങി നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഓരോന്നിനും സെപ്പറേറ്റ് ചാർജാണ്. 30 രൂപ, 40 രൂപ അങ്ങനെ വെച്ച് ഓരോന്നിനും ചാർജാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു 2000 റുപ്യ അതിൻ്റെ പേരിൽ നമ്മുടെ നിന്ന് പോവും. പല സാധനങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് ആണല്ലോ. അപ്പോൾ എന്നിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാം കുട്ടികളൊക്കെ ശരിക്ക് അവിടെ ഒരു 2:30 മുതൽ ഒരു 4:30-5 മണി വരെ അതിനകത്ത് കുട്ടികൾ എൻജോയ് ചെയ്തു. ഞങ്ങളിങ്ങനെ മറ്റൊക്കെ കണ്ട് ആസ്വദിച്ചൊന്നുമല്ലാതെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ ഞങ്ങൾ കയറിയില്ല കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ 2 ചെറിയ ബ്രിഡ്ജും ഉണ്ട്, വലിയ ബ്രിഡ്ജും ഉണ്ട്. അപ്പോൾ ചെറിയ ബ്രിഡ്ജ് 30 രൂപ, വലിയ ബ്രിഡ്ജ് 200 രൂപ. പിന്നെ അതിനകത്ത് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ വലിയൊരു പ്രത്യേകതയും തോന്നിയില്ല. നമ്മൾ പുറത്തുനിന്ന് ഫോട്ടോ എടുത്താലും അകത്ത് കയറി ഫോട്ടോ എടുത്താലൊക്കെ സെയിം തന്നെയും തോന്നി. പിന്നെ അതിൻ്റെ നിബന്ധനകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചൊക്കെ കയറാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് തിരക്കുണ്ടായില്ല. പിന്നീട് അവിടുന്ന് നല്ല തിരക്കൊക്കെ ആയി. പിന്നെ ഞങ്ങളൊരു പണ്ടാരത്തിൽ കയറി, റെയിൽവേ കോഡ് റൈഡറിൽ. പക്ഷേ സത്യം പറഞ്ഞാൽ അതിനകത്ത് കയറിയപ്പോൾ ഒന്ന് ഇറങ്ങി കിട്ടിയാൽ മതി, ഒന്ന് നിർത്തി കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നി. കുട്ടികളെന്തായാലും എല്ലാവരും അത് ശരിക്ക് എൻജോയ് ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങളവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് അതൊരു ചാറ്റൽ മഴയൊക്കെ വന്നപ്പോൾ ആ പേരും പറഞ്ഞ് നിർത്ത് മഴ പെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പിന്നെ അവരോട് പറഞ്ഞപ്പോൾ അവർ നിർത്തി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങളിങ്ങനെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നോക്കി കുറേ നേരം അങ്ങനെ നോക്കി. അപ്പോൾ ഇങ്ങനെ ദൂരെ ഓരോ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ മെല്ലെ മൊബൈലിൽ സൂം ചെയ്ത് അതെന്താണെന്നൊക്കെ നോക്കി. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നമ്മുടെ സമയം ചിലവിട്ട് പിന്നീട് അവിടുന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ പിന്നെ അതിനകത്ത് വേറെ നമുക്ക് മുതലായതെങ്കിൽ 50 രൂപ ടിക്കറ്റ് എടുത്ത് കൊടുത്താൽ നമുക്ക് ഈ പക്ഷി അങ്ങനെയുള്ള സാധനങ്ങളുടെ ഇടയിലേക്ക് നമുക്ക് കയറാം. അതിനകത്ത് പക്ഷികളെ നമുക്ക് കൈകൊണ്ട് തൊടാം. നമ്മൾ പക്ഷി തീറ്റയിട്ടാണ്ട് ഇറങ്ങി അതിനകത്ത് കൂടിനകത്ത് കയറിക്കഴിഞ്ഞാൽ പക്ഷികൾ നമ്മുടെ മേത്ത് വന്നിരുന്ന് നമ്മൾ കൊടുത്ത തീറ്റയൊക്കെ തിന്ന് ആയിരിക്കും. പക്ഷികൾ മാത്രമല്ല, പക്ഷികളുടെ അപ്പുറത്ത് കണ്ട് കടന്നാൽ ഇനി അപ്പോൾ ഇതിലേക്ക് വലിയ സാധനങ്ങൾ അതിൻ്റെ അപ്പുറത്തുണ്ട്. അപ്പോൾ അതൊരു ശരിക്കും ഒരു 50 രൂപയ്ക്ക് ഒരാൾക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ ഒരു പൈസയാണ്. നമുക്കതിന് അകത്ത് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ചിലവാക്കാനുള്ള സമയം അതിനകത്തുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെ നിന്ന് നമുക്ക് സമയം കളയാനുള്ള ഇതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറി
കയറി അതിനകത്ത് കയറി പക്ഷികളെയൊക്കെ എല്ലാവരും കണ്ട് എല്ലാവരും പക്ഷികളിതൊരു അത്ഭുതം പോലെ ഇതൊന്നും മുമ്പ് കണ്ടിട്ടില്ല അല്ലെങ്കിൽ മുമ്പ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ മുഖത്തൊക്കെ വലിയ സന്തോഷമായിരുന്നു. ഇതൊക്കെ ഒന്ന് പക്ഷികളെ തൊടാനും ഇവരെയൊക്കെ ഒന്ന് തോളിൽ കയറ്റി വെക്കാനൊക്കെ ആയിട്ട് ഇതുണ്ടായിരുന്നു. പക്ഷെ വലിയ സാധനം വരാതിരിക്കണുള്ളൂ തോളിൽ കയറ്റാനുള്ള. അപ്പോൾ പിന്നെ മീൻ തീറ്റ കൊടുക്കുമ്പോൾ മീനുകൾ തീറ്റയൊന്നും കൊടുക്കണ്ട, വെറുതെ കൈ വെച്ച് കൊടുത്താൽ കയ്യിൽ വന്നിട്ട് തീറ്റ ഉണ്ടോ എന്നുള്ളത് ഇങ്ങനെ ഒരു അടിച്ചു നോക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അടുത്ത സാധനം എന്ന് പറയുന്നതാണ് പെട്ടെന്ന് ദഹിക്കാത്തത്. അതിപ്പോൾ കാണുമെങ്കിൽ അതിപ്പോൾ ഈ നിമിഷം കാണാം. പാമ്പിനെ തോളിലിടലാണ്. പാമ്പിനെ ആദ്യം തോളിലിട ധൈര്യശാലികളാണെന്ന് പറഞ്ഞ് തോളിലിടാൻ പറഞ്ഞു. പിന്നെ എടുക്കുന്നതായി ബഹളമായി, എങ്ങനെയെങ്കിലും അതിനെ എടുക്കുന്നതായി. മലമ്പാമ്പോ അണലി എന്താറില്ല, എന്തായാലും കടിക്കൊന്നുമില്ല. പക്ഷെ കൈ കൊണ്ട് നമ്മൾ തലയ്ക്കും അവിടെ ഇവിടെ പിടിക്കരുതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാവരും ആദ്യമൊക്കെ തോളിലിട്ടപ്പോൾ കുഴപ്പമില്ല, ഇത് വെറുതെ ഒരു പിന്നെ നാട പോലെ കിടക്കും എന്നവർ കരുതിയത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴുള്ള ബഹളമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അത് കുട്ടികളെല്ലാവരും പാമ്പിനെ തോളിലിട്ടു. വലിയവരും കുട്ടികളും ഒക്കെ തോളിലൊക്കെ ഇട്ട് അവരുടെ ധൈര്യം അവർ നമ്മളെ കാണിച്ചു. അപ്പോൾ അത് ഒരു രസമാണ്. അത് കഴിഞ്ഞ് എല്ലാവരും ചെയ്തു. കീരേലി അച്ചു ഭയങ്കര ധൈര്യശാലിയാണെന്നും പറഞ്ഞിട്ടാണ് ഇട്ടതിന് ശേഷം എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് പോയി കിട്ടിയാൽ മതി. അപ്പോൾ എടുക്കാനും പറ്റില്ല, തൊടാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അതും കഴിഞ്ഞ് ഞങ്ങൾ എന്താ വെച്ചാൽ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നെ നമുക്ക് 5 മണിയായി. നമുക്ക് കോഴിക്കോട് പോകണം, വേറെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് വെറുതെ ഒന്നും കൂടെ ഒക്കെ നടന്ന് നമ്മളതാണ്ട് അവസാനിപ്പിച്ചു. അങ്ങനെ മിനി ഊട്ടി യാത്ര ഞങ്ങളുടെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ മിനി ഊട്ടി കണ്ടു. ആരും മിനി ഊട്ടി കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇനി കണ്ടു എന്ന് പറയാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഞായറാഴ്ച.